ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എൻട്രിക്കിന്റെ ഈ ഒരു വരവ് വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ബ്രസീലിയൻ ആരാധകർക്ക് കൊടുക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ചെങ്ങായിയുടെ ഹൈപ്പ് അത് വെറുതെ കൊടുക്കുന്ന ഒരു ഹൈപ്പ് അല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായുള്ള സംഭവം. കാരണം അതിനുള്ള സ്റ്റാറ്റ്സുകൾ തന്നെ നമുക്ക് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ഈ ചെങ്ങായി 3 മത്സരങ്ങൾ മാത്രമേ ബ്രസീലിയൻ സീനിയർ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ. അതും 3 സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസുകൾ മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 9 നമ്പർ ജേഴ്സിയാണ് ചെങ്ങായി ധരിക്കുന്നത്. വലിയ ഭാരമുള്ള ഒരു ജേഴ്സിയാണ്. ബ്രസീലിയൻ നമ്പർ 9 എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ പ്രതീക്ഷയും ആ പ്രതീക്ഷയുടെ അമിതഭാരവും വഹിക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പോൾ അതിന് ഒടുക്കത്തെ മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ വേണം ഈ 9 നമ്പർ ജേഴ്സി ധരിച്ചുകൊണ്ട് പെർഫോം ചെയ്യാനും അതിൽ സക്സസ്ഫുൾ ആകാനും. പക്ഷേ തുടക്കത്തിലുള്ള സൈനുകളെല്ലാം ഇംപ്രസീവ് തന്നെയാണ്. റയൽ മാഡ്രിഡ് ഈ ചെങ്ങായിനെ സൈൻ ചെയ്തിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യലും അദ്ദേഹത്തിന്റെ ടാലന്റും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇതിനു മുമ്പ് ബ്രസീലിന് വേണ്ടി അണ്ടർ 18 ആയിട്ടുള്ള ഒരു താരം 3 ഗോളുകൾ അടിച്ചിട്ടുള്ളത് സാക്ഷാൽ പെലെ മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. അപ്പോൾ പെലെക്ക് ശേഷമാണ് ഇപ്പോൾ എൻട്രിക്ക് 18 വയസ്സ് തികയുന്നതിന് മുമ്പ് 3 ഇന്റർനാഷണൽ ഗോളുകൾ ബ്രസീലിന് വേണ്ടി അടിച്ചിരിക്കുന്നത്. വിനി ജൂനിയറെ സംബന്ധിച്ചിടത്തോളം റയൽ മാഡ്രിഡ് കുപ്പായത്തിൽ അദ്ദേഹം മികച്ച രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബ്രസീലിയൻ കുപ്പായത്തിൽ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ ഈ ഒരു ടൂർണമെന്റിൽ അദ്ദേഹത്തിന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കുമോ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. എൻട്രിക്കിന്റെ പ്രസൻസ്, അതും ഈ ഗോൾ സ്കോറിംഗ് പ്രസൻസ് വിനി ജൂനിയറിന് ചെറുതായിട്ടല്ലാത്ത ഒരു ആശ്വാസം കൊടുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ഒടുക്കത്തെ ബേർഡൻ വിനി ജൂനിയറിന്റെ തലയിലുണ്ട് ബ്രസീലിന് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നെയ്മറിന്റെ അഭാവത്തിൽ നമുക്കറിയുന്നതാണ്.